പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ, അയാൾക്ക് പാരത്രികമായ നന്മയാണ് അയാൾക്ക് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ ഇസ്തഅമലഹു, അള്ളാഹു അയാളെ കൊണ്ട് അമലുകൾ ചെയ്യിപ്പിക്കും. അപ്പൊ സഹാബ നബിയെ, അതെന്താണ് അങ്ങനെ പറഞ്ഞ ഉദ്ദേശം? എന്താണ് അയാളെ, ആ വ്യക്തിയെ കൊണ്ട് അള്ളാഹു അമല് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, യുവഫിഖുഹു ലിൽ അമലി സ്വാലിഹി ഖബല മൗതി. അയാൾക്ക് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകപ്പെടുമെന്നാണ്. അപ്പൊ ഈ ഹദീസ് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ ബോധ്യപ്പെട്ടത്? നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയം, ഈ ഹദീസിന്റെ വിശദീകരണം കേട്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് നല്ല നല്ല സമയവും അവസരങ്ങളും സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? നമുക്ക് തൗഫീക്കില്ല എന്നല്ലാന്റെ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ റമദാൻ മാസമാണല്ലോ, നമുക്ക് എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമാണ്. ആ സാഹചര്യങ്ങൾ, നമ്മുടെ സമയമുണ്ട്, പറയത്തക്ക ഒരു പണിയും ഉണ്ടാവില്ല. എന്നാലും ശരി, ഈ പറഞ്ഞ സമയങ്ങളോ ഒന്നും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള യോഗമില്ലാന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ യോഗമില്ലാതായി മാറിയത് എങ്ങനെയാ? അത് അള്ളാഹു നമുക്ക് യോഗം തന്നില്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ ആ സ്നേഹ വലയത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോയത് കൊണ്ടാണ്. നമുക്കറിയാം, ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, ഓതാനും അറിയാം, സമയവും ഉണ്ട്, ചെന്നിട്ട് ഓതാതെ നടക്കുന്നില്ലേ? എന്താ കാരണം? നമുക്ക് യോഗമില്ല, തൗഫീക്കില്ല എന്നർത്ഥം. നമുക്ക് കൃത്യ പള്ളിയിൽ സൗകര്യങ്ങളുണ്ട്, നമസ്കാരത്തിന് സമയവും അറിയാം, വാഹനവും ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ജമാഅത്തിന് എത്താൻ പറ്റില്ല. എന്താ കാരണം? തൗഫീക്ക് കിട്ടാതെ പോണുകൊണ്ടാ. അപ്പൊ നമ്മുടെ കയ്യിൽ പണമുണ്ട്, കൊടുക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, ആവശ്യക്കാരുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഒരു നല്ല അർഹതപ്പെട്ടവരെ കൊടുക്കാൻ കഴിയില്ല. എന്താ കാരണം? നമുക്കതിന് തൗഫീക്ക് കിട്ടാന്നർത്ഥം. അപ്പൊ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? നല്ല നല്ല സമയങ്ങളും നല്ല നല്ല അവസരങ്ങളും നല്ലത് ചെയ്യാൻ അള്ളാഹുവിന് തൗഫീക്ക് കിട്ടുമെന്നർത്ഥം. ആ തൗഫീക്ക് കിട്ടലാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. തൗഫീക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹു അയാളെയും കൂടി ചേർക്കുക, അതാണ് തൗഫീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ സമയത്തിന് ബർക്കത്ത് കിട്ടും. നമുക്ക് എത്ര തിരക്കായാലും ശരി, എത്ര ദൂരെയായാലും ശരി, നമുക്ക് ജമാഅത്തിന് ഓടിയെത്താൻ പറ്റും. എത്ര തിരക്കും ആയാലും ശരി, നമുക്ക് ആ ദിവസം കൃത്യമായി ഖുർആൻ ഓതി തീർക്കാൻ പറ്റും. എത്ര തിരക്കായാലും എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ചെല്ലേണ്ട ദുആകളും ദിക്റും ചെല്ലാൻ പറ്റും. അങ്ങനെ ചെല്ലാൻ പറ്റുക ആ സമയത്തിന് അള്ളാഹ് ബർക്കത്ത് നൽകും. കുറച്ച് സമയമാണ് നമ്മുടെ തിരക്കുകൾക്കിടയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമ്പോൾ അതൊക്കെ ഒരുപാടുണ്ടായിട്ട് തോന്നും. അപ്പൊ അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അകറ്റി നിർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും ഒക്കെയും നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് തരണമേ എന്നും, നമ്മുടെ സമയത്തിനും നമ്മുടെ ജീവിതത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളാണ് ഹതഭാഗ്യർ. എല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കും, നമ്മുടെ എല്ലാം ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ നമുക്ക് മാത്രം ചെയ്യാനുള്ള യോഗം ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് അത് വലിയ ഗൗരവപ്പെട്ട സംഗതിയാണ്. ഇതിന്റെ വിശദീകരണം ഇനിയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അകലുന്തോറും അള്ളാഹു തൗഫീക്കിൽ നിന്ന് നമ്മൾ അകലുന്തോറും അള്ളാഹു നമ്മുടെ ബർക്കത്തിനെ നീക്കിക്കളയും. അപ്പൊ സ്വാഭാവികമായി നമ്മൾ അകന്ന് പോവും, അള്ളാഹുവിന്റെ ആ വലയത്തിൽ നിന്ന് മാറിപ്പോകുക. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.